മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ വാർഷിക സമ്മേളനത്തിന് തുടക്കമായി 5 ദിവസമാണ് സമ്മേളനം നടക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് മൊയ്നലി തങ്ങൾ പറഞ്ഞു. ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പതാക ഉയർത്തി. ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തിയെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജാമിയ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങൾ അതേക്കുറിച്ച് പരാമർശം നടത്തിയില്ല. എന്നാൽ ഇനിയും ഒരുപാട് പേർ ഇങ്ങോട്ട് വരാനുണ്ടെന്നും കഴിഞ്ഞ വർഷത്തേതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും മൊയ്നലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇനിയും നമ്മുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊക്കെ സംസ്ഥാന നേതാക്കന്മാർക്കൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. ഛിദ്രതയില്ലാതെ മുന്നോട്ട് പോകണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഒരു തരത്തിലുള്ള ഛിദ്രതയും ഇല്ലാതെ കാലാകാലങ്ങളിൽ നമുക്കറിയാം പലവിധ പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ ഈ കൂട്ടായ്മ അതുപോലെ തന്നെ ഈ സ്ഥാപനം അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ഥാപനം നൽകുന്ന വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം, അതാണ് സമൂഹത്തെ നേർവഴിക്ക് നയിച്ചത്. യുവ നേതാക്കളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർ സാദിഖ് അലി തങ്ങൾക്ക് സങ്കട ഹർജി നൽകി. 5 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടക്കും. കർണാടക സ്പീക്കർ യു.ടി. ഖാദർ, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങി നിരവധി പ്രമുഖർ ആദ്യ ദിനത്തിലെ പരിപാടികളിൽ പങ്കെടുത്തു. മീഡിയ 1 മലപ്പുറം.